നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. ജൂലൈ 6 ടിബറ്റൻ ആത്മീയ നേതാവായ ദലൈലാമ തന്റെ 90ാം ജന്മദിനം ആഘോഷിക്കും. 66 വർഷമായി പ്രവാസ ജീവിതമാണ് അദ്ദേഹം നയിക്കുന്നത്. ടിബറ്റിനും ലോകത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകളെ അംഗീകരിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള ടിബറ്റുകാരും ഭക്തരും ഒരു മഹത്തായ ആഘോഷത്തിനൊരുങ്ങുകയാണ്. തന്റെ 90ാം ജന്മദിനമായ ജൂലൈ 6 മുൻപ് തന്റെ പിൻഗാമിയെ പ്രഖ്യാപിക്കുമെന്ന് ദലൈലാമ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതോടെ അദ്ദേഹത്തിന്റെ മരണശേഷം മറ്റൊരു ദലൈലാമ ഉണ്ടാകുമോ എന്നതിനെ കുറിച്ചുള്ള ദശലക്ഷക്കണക്കിന് അനുയായികൾക്കിടയിലുള്ള ഊഹാപോഹങ്ങൾക്ക് വിരാമമാവുകയാണ്. എന്നാൽ തങ്ങളുടെ മുൻകൂർ അനുമതി വാങ്ങാതെ അതിന് സമ്മതിക്കില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് ചൈന. ദലൈലാമയുടെ പിൻഗാമിയുടെ ഐഡന്റിറ്റി അംഗീകരിക്കേണ്ടതുണ്ടെന്നും അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ആചാരത്തിലൂടെ ചൈനയിൽ ചെയ്യണമെന്നും ബീജിംഗ് പറഞ്ഞു. ദലൈലാമയുടെ പിന്തുടർച്ച ചൈനീസ് നിയമങ്ങളും ചട്ടങ്ങളും മതപരമായ ആചാരങ്ങളും ചരിത്രപരമായ കൺവെൻഷനുകളും അനുസരിച്ചായിരിക്കണം, ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോ നിങ് പറഞ്ഞു. എന്നാൽ തന്റെ 600 വർഷം പഴക്കമുള്ള ഗാർഡൻ ഫോങ് റാങ് ട്രസ്റ്റിനു മാത്രമാണ് ദലൈലാമയുടെ പിൻഗാമിയെ പ്രഖ്യാപിക്കാനുള്ള അധികാരമെന്നും മറ്റാർക്കും ഇതിൽ ഇടപെടാൻ അധികാരമില്ലെന്ന് ദലൈലാമയും പറഞ്ഞു. മുൻകാല പാരമ്പര്യങ്ങൾക്കനുസൃതമായി അവർ തിരച്ചിലിന്റെയും അംഗീകാരത്തിന്റെയും നടപടിക്രമങ്ങൾ നടപ്പിലാക്കണം. ഈ വിഷയത്തിൽ ഇടപെടാൻ മറ്റാർക്കും അത്തരമൊരു അധികാരമില്ല, ദലൈലാമ പറഞ്ഞു. ചൈനയുമായി ഇതോടെ പുതിയൊരു യുദ്ധമുഖം തുറന്നിരിക്കുകയാണെന്ന് ഉറപ്പായി. സമാധാനത്തിനുള്ള നോബൽ സമ്മാന ജേതാവായ ദലൈലാമ തങ്ങളുടെ സാംസ്കാരിക സ്വത്വം സംരക്ഷിക്കാനുള്ള ടിബറ്റുകാരുടെ പോരാട്ടത്തിന്റെ ആഗോള മുഖമായും സമാധാനത്തിന്റെയും അഹിംസയുടെയും ഒരു പ്രമുഖ പ്രതീകവുമാണ്. 1950കൾ മുതൽ ടിബറ്റിലും അതിന്റെ മതസ്ഥാപനങ്ങളിലും ചൈന നിയന്ത്രണം നിലനിർത്തിയിട്ടുണ്ട്. സമീപ വർഷങ്ങളിൽ അടുത്ത ദലൈലാമയെ അംഗീകരിക്കാനോ നിയമിക്കാനോ ഉള്ള അവകാശം ഉൾപ്പെടെ ടിബറ്റൻ ബുദ്ധമതത്തിന് മേൽ കൂടുതൽ അധികാരം പ്രയോഗിക്കാൻ ബീജിംഗ് ശ്രമിക്കുകയാണ്. 2007 പുനർജന്മം പ്രാപിച്ച എല്ലാ ജീവിക്കുന്ന ബുദ്ധന്മാരെയും സർക്കാർ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു നിയന്ത്രണം ചൈന പാസാക്കി. ടിബറ്റിലെ മതസ്വാധീനത്തിനുമേൽ നിയന്ത്രണം ഉറപ്പാക്കാനുള്ള ഒരു മാർഗമായാണ് ഈ നീക്കം വ്യാപകമായി കാണപ്പെട്ടത്. ടിബറ്റുകാരെ സംബന്ധിച്ചിടത്തോളം ദലൈലാമ വെറുമൊരു മതവ്യക്തിത്വം മാത്രമല്ല, ഏകീകൃത ദേശീയ ചിഹ്നവുമാണ്. ചൈനയ്ക്ക് ഒരു ദലൈലാമയെ നിയമിക്കാൻ അനുവാദം നൽകിയാൽ ടിബറ്റൻ ബീജിംഗിന്റെ അധികാരം നിയമവിധേയമാക്കുന്ന ഒരു പാവ നേതാവിനെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമമാകുമെന്ന് പല ടിബറ്റുകാരും ഭയപ്പെടുന്നു. ചൈനയെ സംബന്ധിച്ചിടത്തോളം അടുത്ത ദലൈലാമയെ നിയന്ത്രിക്കുക എന്നതിനർത്ഥം ടിബറ്റൻ പ്രതിരോധം നിയന്ത്രിക്കുക, ദീർഘകാല രാഷ്ട്രീയ നിയന്ത്രണം ഉറപ്പാക്കുക, ഇന്ത്യയിലുള്ള പ്രവാസി സമൂഹത്തിന്റെ സ്വാധീനം ദുർബലപ്പെടുത്തുക എന്നിവയാണ്. മുൻകാലങ്ങളിൽ ദലൈലാമയുടെ ജന്മദിനം ആഘോഷിച്ച ടിബറ്റുകാർക്ക് ഏകപക്ഷീയമായ അറസ്റ്റ്, പീഡനം, വെടിവെച്ച് കൊല്ലപ്പെടാൻ പോലും സാധ്യതയുണ്ട് തുടങ്ങിയ കഠിനമായ ശിക്ഷകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ദലൈലാമയുടെ ജന്മദിനം ആഘോഷിച്ചതിന് 2013 മുതൽ 30 ടിബറ്റുകാരെ അറസ്റ്റ് ചെയ്തതായി അറിയപ്പെടുന്ന ഒരു കേസുണ്ട്. എല്ലാ നിയന്ത്രണ നടപടികളും ഉണ്ടായിരുന്നിട്ടും ടിബറ്റിലെ ടിബറ്റുകാർ ഇപ്പോഴും ദലൈലാമയുടെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തെ ആദരിക്കാൻ വ്യത്യസ്ത വഴികൾ കണ്ടെത്തുന്നു. ഉദാഹരണത്തിന്, ദലൈലാമയുടെ 88ാം ജന്മദിനത്തിൽ ദലൈലാമയുടെ വിശുദ്ധ തൊപ്പിയും ടിബറ്റൻ അക്കങ്ങളിൽ 88ഉം ചിത്രീകരിക്കുന്ന ഒരു ചിത്രം വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ടിബറ്റിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ദലൈലാമയുടെ പ്രഖ്യാപനത്തോടെ ചൈനയ്ക്ക് 2025 ഉഗ്രൻ പ്രതിസന്ധികൾ രണ്ടായി. ഒന്നാമത്തേത് തായ്വാനെ ചൈനയുമായി കൂട്ടിച്ചേർക്കുക എന്ന വെല്ലുവിളിയാണ്. ഇത് ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളതുമാണ്. പക്ഷെ ചൈനയെ ശക്തമായി വെല്ലുവിളിക്കുന്ന തായ്വാനെ കൂട്ടിച്ചേർക്കാൻ ഒരു യുദ്ധം തന്നെ വേണ്ടിവരും. പക്ഷെ US ഉൾപ്പെടെയുള്ള ശക്തികൾ ഇതിൽ ചൈനയ്ക്കെതിരെ അണിനിരക്കുമെന്ന് ഉറപ്പാണ്. അതിന്റെ സൂചനയാണ് ഇറാനിൽ ബങ്കർ ബസ്റ്റർ ബോംബിട്ടത് വഴി US ചൈനയ്ക്ക് നൽകിയത്. തായ്വാനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ചൈനയിലേക്ക് USന്റെ ബോംബർ വിമാനങ്ങളും പടക്കപ്പലുകളും എത്തുന്നുമെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ വെല്ലുവിളിയാവുക ദലൈലാമയുടെ പിൻഗാമി പ്രഖ്യാപനമാണ്. ചൈനയുടെ മുൻകൂർ അനുമതി വാങ്ങിയ ശേഷം മാത്രമേ പിൻഗാമിയെ പ്രഖ്യാപിക്കാൻ പാടുള്ളൂ എന്ന ചൈനയുടെ മുന്നറിയിപ്പ് ദലൈലാമ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇത് ചൈനയും ഇന്ത്യയിൽ താമസിക്കുന്ന ദലൈലാമയും തമ്മിൽ വലിയൊരു സംഘർഷത്തിനിടയാക്കും. സ്വാഭാവികമായും ഇന്ത്യയും ഇതിൽ ഭാഗമാകേണ്ടി വരും. ഇപ്പോഴേ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടും വ്യാപാര യുദ്ധവുമായി ബന്ധപ്പെട്ടുമുള്ള ഉത്തരവാദിത്തങ്ങളിൽ മുഴുകിയ ഇന്ത്യക്ക് ദലൈലാമ പ്രശ്നം പുതിയ വെല്ലുവിളിയാകും. തന്റെ പിൻഗാമി ചൈനയ്ക്ക് പുറത്താവും ജനിക്കുക എന്നുള്ള ദലൈലാമയുടെ പ്രഖ്യാപനവും ചൈനയ്ക്ക് വെല്ലുവിളിയാകും. ന്യൂസ് ഡെസ്ക്, നമസ്തേ തിരുവനന്തപുരം.